എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വദേശ് മെഗാ ക്വിസിനോടനുബന്ധിച്ച് UP വിഭാഗത്തിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? 1857. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ബംഗാൾ വിഭജനം നടന്ന വർഷം ഏത്? 1905. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ ദാരുണ സംഭവം എന്താണ്? വാഗൺ ട്രാജഡി 1921. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തിരൂരിൽ. ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന്? 1721 ഏപ്രിൽ 15. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു. 1857 ഒന്നാം സ്വാതന്ത്ര്യ ദിനത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? മംഗൾ പാണ്ഡെ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ലാലാ ലജ്പത് റായ്. ബ്രിട്ടൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു? രാജാറാം മോഹൻ റോയ്. മൗലാന അബ്ദുൽ കലാം ആസാദ് സ്ഥാപിച്ച പത്രം ഏത്? അൽ ഹിലാൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വച്ചാണ്? പഞ്ചാബിലെ അമൃത്സറിൽ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസഫ് അലി. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ചൗരി ചൗര സംഭവം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആര്? A.O. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചതാര്? ദാദാബായി നവറോജി. സ്വരാജ്യം എന്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ബാലഗംഗാധര തിലക്. 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആര്? നാനാ സാഹിബ്. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്ന പേരിൽ ആദ്യകാലത്ത് അറിയപ്പെട്ട ചരിത്ര സ്മാരകം ഏത്? ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ വിഭജിക്കുന്നതിനെ അവസാന നിമിഷം വരെ എതിർത്തത് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? തത്വബോധിനി. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിയെയും മറ്റ് നേതാക്കളെയും ജയിലിലടച്ചത് എന്ന്? 1942 ഓഗസ്റ്റ് 9. ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ദാദാബായി നവറോജി. ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരമേത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാരതീയൻ ആര്? സ്വാമി വിവേകാനന്ദൻ. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? രാജഗോപാലാചാരി. ബംഗാൾ വിഭജനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച വൈസ്രോയി ആര്? കഴ്സൺ പ്രഭു. UNOയുടെ പൂർണ്ണരൂപം എന്ത്? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോഴാണ്? മഹാത്മാഗാന്ധി മരണമടഞ്ഞപ്പോൾ. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. ജാനുവരി 12. ക്വിറ്റ് ഇന്ത്യ, സൈമൺ ഗോ ബാക്ക് എന്നീ മുദ്രാവാക്യങ്ങൾ ആരുടേതാണ്? യൂസഫ് മെഹ്റലി. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രം ഏത്? ഹരിജൻ.
കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം 1721. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചതാര്? മഹാത്മാഗാന്ധി. വരിക വരിക സഹചരെ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? അംശി നാരായണപിള്ള. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധത്തിന്റെ പേരെന്ത്? പ്ലാസി യുദ്ധം 1757. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. വേക്ക് അപ്പ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ആനി ബെസന്റ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന കൃതിയുടെ രചയിതാവാര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. പ്രശസ്തമായ പോരാ പോരാ നാളിൽ നാളിൽ എന്ന സ്വാതന്ത്ര്യ സമര ഗാനത്തിന്റെ രചയിതാവാര്? വള്ളത്തോൾ നാരായണ മേനോൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം ഏത്? 1889 നവംബർ 14. നെഹ്റു ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏത്? ബാങ്കിപ്പൂർ സമ്മേളനം 1912. നെഹ്റുവിൻ്റെ ജന്മസ്ഥലം എവിടെ? അലഹാബാദ്. തൻ്റെ ആത്മകഥ നെഹ്റു സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണ്? കമല നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ആൻ ഓട്ടോബയോഗ്രഫി. ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ വ്യക്തി ആര്? ജവഹർലാൽ നെഹ്റു. ഏതു വർഷമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്? 1964. 1929 ലാഹോർ സമ്മേളനത്തിൽ നടന്ന സുപ്രധാന പ്രഖ്യാപനം എന്ത്? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. രാജ്യപുരോഗതിക്കായി നെഹ്റു ആരംഭിച്ച പ്രധാന പദ്ധതി ഏത്? പഞ്ചവത്സര പദ്ധതി. നാണയത്തിലും പോസ്റ്റൽ സ്റ്റാമ്പിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. അധ്വാനമാണ് ജീവിതം, ജീവിതമാണ് അധ്വാനം. ഈ വാക്കുകൾ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ശാന്തിവനം. പ്രകാശം അണഞ്ഞിരിക്കുന്നു, എങ്ങും അന്ധകാരം നിറഞ്ഞിരിക്കുന്നു. ആരുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു ഇങ്ങനെ പറഞ്ഞത്? മഹാത്മാഗാന്ധി. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള കേരളത്തിലെ സ്റ്റേഡിയം ഏത്? ഇതിനുത്തരം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.